ദൈവമേ, മനസമാധാനമായിട്ട് വീട്ടിൽ ഇരുന്ന് സീരിയല് കാണാൻ സമ്മതിച്ച പെണ്ണ് സമ്മതിക്കത്തില്ല. മൂവന്തി ആയപ്പോ അവളങ്ങ് തുടങ്ങി. അവൾക്ക് അവിടെ വേദന ഇവിടെ വേദന. എന്റെ മരുമകളാ പറച്ചിലേട്ട തോന്നുന്നു അവൾ ആദ്യത്തെ ഗർഭിണിയെന്ന്. ഏട്ട് പറ്റ എന്റെ അടുത്ത് അവിടെ കടിഞ്ഞൂൽ പ്രസവത്തിന്റെ വേദന കാണിക്കുന്നത്. എന്റെ ദൈവമേ, ആ സുഖമോ ദേവിയിലെ ആ പെങ്കൊച്ചിനോ എന്തോ അവസ്ഥയായി കാണുമോ. സഞ്ചിക്കകത്ത് സ്ഥലം ഉണ്ടായിരുന്ന ടിവിയും കൂടെ എടുത്തോണ്ട് വരായിരുന്നു. അതെങ്ങനെ അങ്ങനെ എന്റെ കെട്ടിയാനോ ഓട്ടോ തപ്പി പോയത്. ഈ ഓട്ടോ ഒന്നും ഇവിടെ കിട്ടിയില്ലയോ? വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, കുട്ടൻചേട്ടാ, ഓട്ടോ കിട്ടിയോ? എടി നീ പറയുമ്പോ പെട്ടെന്ന് കിട്ടുന്നതാണോ ഓട്ടോ? ഇതെന്തോ ചെയ്യാനാന്ന്. ഗർഭിണി കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോണ്ടായോ? എടി കുടുക്കമില്ലാത്തൊരു ഓട്ടോ വേണമെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ വേണ്ടായോ, കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലയോ? അങ്ങനെ ഒരു ഓട്ടോ എനിക്ക് കിട്ടിയായിരുന്നേ. ഞാൻ അവനെ അങ്ങ് പറഞ്ഞു വിട്ടു. അതെന്തോ കാര്യത്തിനാ? അല്ല, അവൻ ഏത് ആശുപത്രിയില്ല കൊണ്ടുപോട്ടാ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ അറിയത്തില്ലായിരുന്നടി. ഓ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചുവിടായിരുന്നോ? ഞാൻ ആരും വിളിക്കത്തില്ല ഫോണ്. അതെന്താ? നീ അല്ലേടി പറഞ്ഞ സന്ധി കഴിഞ്ഞ ഒറ്റ പെണ്ണുങ്ങളെ ഫോൺ വിളിച്ചേക്കല്ലെന്ന്. ദൈവമേ, എനിക്ക് വയ്യ. ഇതൊരു കഷ്ടം. ഓട്ടം വിളിച്ചോണ്ട് വാ, ഞങ്ങൾ നടന്ന് ഈ വഴി വരെ എത്തിയെന്ന്. ചെയ്യാൻ ഈ ചെറുക്കൻ പുറകിനുണ്ടായിരുന്നില്ല. ഈ ചെറുക്കൻ എന്ത് ചെയ്ത്? ആനന്ദോ, 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 ഒന്ന് വേഗം വാടാ. കൈയൊന്നും കിട്ടതേ ഉടനെ അവിടെ വേദന കൊച്ചെത്തിയടാ. അവള് ദൂരെ നടന്നു വരുന്നുണ്ട്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ. വയറ്റിനകത്തല്ലേടാ കുഞ്ഞ്? നീ നല്ലൊരു ഭർത്താവാണോടാ ഇന്ദ്രവനെ? ഞാൻ കല്യാണത്തിൽ നിന്ന് ഒരുങ്ങി അമ്മ കണ്ടില്ലായിരുന്നു നല്ല ഭർത്താവായിരുന്നു. നീ വേണ്ട ആ കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട് വരാന്. അമ്മ ഞാൻ അവളോട് വരുമായിരുന്നു. അവള് വരുന്ന അണ്ണൻ മുറുക്ക് തിന്നുകൊണ്ട് അവൾക്ക് ചെകുത്തക്കേട് വരുന്നു. അണ്ണൻ മുന്നേ നടന്നു അവള് പറയാൻ വന്നേക്കാന്ന്. അവള് പറഞ്ഞതിനകത്ത് എന്തുവാടാ തെറ്റ്? ചവറ ടൈറ്റാനിയം വരെ ഇടയ്ക്ക് നിർത്തി വെക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവന്റെ വായില ചവന്ന് നിർത്തും. അതെങ്ങനെ? പെണ്ണിനെ കാണാനെ നാട്ടുകാരും വീട്ടുകാരും പലഹാരം കൊണ്ടുവരും. അത് മൊത്തം ഇരുന്നിരിപ്പിന് ഇവൻ അങ്ങ് തിന്ന് തീർക്കും. നീ സൂക്ഷിച്ചോ ആനന്ദ. ഈ കണക്കിനാണെങ്കിൽ കൊക്കപ്പുഴു നിന്റെ വയറ്റിൽ ബേക്കറി തുടങ്ങും. എനിക്ക് ഫ്രീ ആയിട്ട് പപ്സ് തിന്നാമല്ലോ. എന്റെ ദൈവമേ, എന്തോ പറഞ്ഞാലും ഈ ചെറുക്കന് തീറ്റയുള്ളൂ. എടാ, അച്ചാച്ച ഓട്ടോയും കൊണ്ട് വന്നില്ലടാ. ഒരു കാര്യം ചെയ്യാവേ, ഇതുവഴി അങ്ങനെ ഓട്ടോ വരുവാന്നെ കൈ കാണിച്ച് കയറി പോകാം. ഇതിലെ സന്ധി കഴിഞ്ഞപ്പോ ഒരു എലി പോലും ഈ റോഡിൽ കൂടെ ക്രോസ് ചെയ്യത്തില്ല. ഇതിലാണ് ഓട്ടോ വെച്ചാ വരുന്നത്. അമ്മയോട് പറഞ്ഞിട്ടില്ല അച്ചാച്ചനോട് പറയാൻ നമുക്കൊരു കാർ വാങ്ങിക്കാം. മക്കളെ, ഇന്നലെ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു ഒരു കാർ മേടിക്കാമെന്ന്. അപ്പൊ അങ്ങേര് പറയാ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു, അയാൾ അതിന് വീട് മേടിക്കുന്നു. അങ്ങനെ പറഞ്ഞേ. എന്റെ അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഓലക്ക 10ന്റെ കാശ് അയാൾ കാണുന്നുണ്ടെങ്കിൽ വല്ല മ്യൂസിയത്തിലും പോയി നോക്കണം. നീ ഒരാണല്ലയോ, നിനക്കൊരു കാർ മേടിച്ചിട്ടായിരുന്നു. എന്റെ പൈസ ഉണ്ടോ കാർ വാങ്ങിക്കാൻ വേണ്ടി? എന്റെ പൈസ ഉണ്ടോ? പൈസ ഇല്ലാത്ത ആരും കാർ മേടിക്കുന്നില്ലയോ? എങ്ങനെ കാർ വാങ്ങിക്കുന്നത്? ശീശിട്ട് മേടിക്കണമായിരുന്നടാ. ശീശിയല്ല, അമ്മ മാമനോട് ചോദിക്കത്തില്ലായിരുന്നു കാർ ഇട്ട് തരാൻ വേണ്ടി? ഞാൻ അവരോട് മിണ്ടത്തൊന്നുമില്ലല്ലോ. എന്താ കാരണം? അവര് കാർ മേടിച്ചു തന്നെ കാരണം. അതുകൊണ്ട് വണ്ടി വരുന്നത് അച്ഛനായിരിക്കണേ. ഓ, വണ്ടി എങ്ങനാടാ നിന്റെ അച്ഛനാവുന്നത്? ആ കൗണ്ടറിൽ തന്നെ ആ വണ്ടി അങ്ങ് വളവ് തിരിഞ്ഞ് അങ്ങ് പോയി. ആശുപത്രിയിലാക്കോ പെണ്ണിനെ? അവിടുത്തെ എല്ലാ കാര്യവും നീ നോക്കിക്കോളാം. എല്ലാ കാര്യം നോക്കാം, അവിടെ സൂപ്രണ്ടുണ്ട്. ഞാനാ പറഞ്ഞത്. എടാ, രക്തം വേണമെങ്കിൽ കൊടുക്കണം. രക്തമൊക്കെ ഞാൻ കൊടുക്കാം. എനിക്ക് ഫ്രൂട്ടിയും ബിസ്ക്കറ്റും ഒക്കെ കിട്ടുമല്ലോ. അല്ല, നിന്റെ ഗ്രൂപ്പ് ഏതാടാ? നിന്റെ ശാഗന്തി. നിന്റെ രക്തഗ്രൂപ്പ് ഏതാന്ന്? എന്റെ രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ്. സ്വഭാവം വെച്ച് നെഗറ്റീവ് ആയിരിക്കണമായിരുന്നു. നെഗറ്റീവ്. അമ്മച്ചി ഒറ്റ എടുത്ത് കാരണം അവർക്ക് ഈ ഗതി ഉണ്ടായത്. എന്റെ ദൈവമേ, നിന്റെ ഭാര്യ ഗർഭിണിയാവുന്ന ഞാൻ കാരണം വന്നടാ. അമ്മ പണയം വെച്ച മാല എന്തിനാ എടുത്തു കൊടുത്തത്? പണയം വെച്ച മാലയും നിന്റെ ഭാര്യയുടെ ഗർഭവും തമ്മിൽ എന്തുകൊണ്ടാ ബന്ധം? അതെടുത്ത് കൊടുത്തില്ലായിരുന്നു. അവള് പണങ്ങി വീട്ടിൽ പോയി നിന്നേനായിരുന്നു. പെണ്ണെന്തിയാടാ പെണ്ണ്? ഓട് വരുന്നു. പിന്നെ പെട്ടെന്ന് വരാനായിട്ട് എന്റെ അമ്മ നമ്മുടെ താലി കെട്ടല്ലേ ഇവിടെ നടക്കുന്നത്. അങ്ങോട്ടേക്ക് ചുമ്മാ ഒന്നാതെ എന്റെ നക്ഷത്രം പോലെ എന്റെ കെട്ടിയോ നിൽക്കുമ്പോഴേ അതേമേ നടക്കണേ. വിടർന്നല്ലോ. അവൾ അമ്മയെ കുറ്റപ്പെടുത്തിയതാ. അമ്മയെ കുറ്റപ്പെടുത്തിയതാ. അയ്യോ അയ്യോ, ഞാനിപ്പ പെറുമേ. നാട്ടുകാരെങ്ങനെ കേട്ടു വന്ന് നാട്ടുകാരോട് നമ്മൾ എന്താ പറയും? നാട്ടുകാർ വരുമ്പോ ഞാൻ പറയും ഇവളെന്റെ ഭാര്യ അകത്ത് കിടക്കുന്ന എന്റെ കുഞ്ഞാന്ന്. കൈയടിക്കണം, എല്ലാരും കൈയടിക്കണം. അടുത്ത ദേശീയമായിട്ടുള്ള കാര്യം ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണം. ഇല്ലാതെ പോകാനോ നേരം വെളുക്കുമ്പോ ഞാൻ കേൾക്കും കുമ്മേ 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 കുമ്മേ. എനിക്ക് വയ്യ. എനിക്ക് അടുത്ത് നിന്നാലും ഉള്ള അലർച്ചയായി. എന്തുവാ വേണ്ടേ നിനക്ക്? എന്താ എന്താ അവള് പറഞ്ഞത്? എല്ലാ കിണറും നിനക്ക് അറിയണം കേട്ടോ. ഇത് പുരുഷന്മാരറിയേണ്ടത് ഞങ്ങൾ സ്ത്രീകൾ തമ്മിലുള്ള രഹസ്യമാണ്. എന്ന് പറയാ വയറ്റിൽ കിടക്കുന്ന ഞാൻ കൊറിയർ അയച്ചു കൊടുത്തല്ലേ. നീ കൊറിയർ അയച്ചു തന്നേനോടെ? അന്നേരം പറഞ്ഞ കണ്ണു വിജയത്തോളം എനിക്ക് വേണ്ട 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 വേണ്ടെന്ന് പറഞ്ഞത്. അമ്മക്ക് അറിയാൻ മേത്തോണ്ട 24 മണിക്കൂർ ഇയാൾ എന്നെ കുറ്റപ്പെടുത്തും. കണ്ടു
പോലെ അവൾക്ക് അവനൊക്കെ അങ്ങനെ ശീലം. എന്തുവാ മുറ്റത്താ എടുക്കുന്നത്. അയ്യോ ഇത് അതിനേക്കാളും വലിയ വള്ളി. മുറ്റത്ത് പെടുക്കുന്ന കാര്യമാണോ പറഞ്ഞത്? എന്നെ അങ്ങ് കുറ്റപ്പെടുത്തുവന്ന്. എന്തിനാടാ നീ അവളെ കുറ്റപ്പെടുത്തുന്നത്? എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? മിനിഞ്ഞാന്ന് വെളുപ്പിനെ ഇവളെന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചപ്പോ എന്തിനാന്ന് ചോദിക്ക്. എന്തിനാണ് നീ അവന്റെ മൊബൈൽ തല്ലി പൊട്ടിച്ചത്? എങ്ങനെ പൊട്ടിക്കായിരിക്കും? രാത്രി മുഴുവൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വയറിന് വേദന വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ വയറൊന്ന് തടവി തരാൻ പറഞ്ഞമ്മേ. ഞാൻ തടവി കൊടുത്തു. നേരം വിളക്കത്തിന് വരാൻ തടവി കൊടുത്തമ്മേ ഇവൾക്ക്. എന്നിട്ട് എന്തിനാണ് തല്ലി പൊട്ടിച്ചത്? മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന അവിടെ അടുത്ത് കിടന്ന് തലേണിലിട്ട് തടങ്ങുമായിരുന്നു ഇയാള്. തലയിലിട്ടല്ലേ തടവിയത്? ആണോ? ആണോ നീ മിടിക്കുക. നീ ഞാൻ ആരെന്നുണ്ടെങ്കിൽ മൊബൈലല്ല അവന്റെ തലയാണ് എറിഞ്ഞ് ഞാൻ പൊട്ടിച്ചാനേ. ഞാൻ എന്തോട് പോടി നീ? ഇവിടുന്ന് ഒരു കല്ലിളക്കി തരാം. ഈയടാ അടിച്ചാ തല അങ്ങ് പൊട്ടിക്ക്. അത് ചുട്ടുവച്ചേക്കുന്ന കശുവണ്ടിയല്ല എന്റെ ചെറുക്കനാ. ഇത് പറയാൻ നിനക്ക് ഒരു കുരു ഇല്ല. നിനക്ക് അയ്യോ അയ്യോ ഞാനിപ്പോ പെറുമേ. എനിക്ക് വയ്യ. ഞാൻ കിടന്നങ്ങ് വലയും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ തപ്പോടാ നീ? എനിക്ക് പൊട്ടിക്കരുത്. അത് പൊട്ടിക്കരുതെന്നാ പറഞ്ഞത്. എന്തുവാ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബോംബായിരിക്കും. അതാ ഞാൻ പറഞ്ഞു. കൊച്ചിനെ ആശുപത്രി വെച്ച് കൊണ്ട് തിന്നാനുള്ളത്. എനിക്ക് ഞാൻ വലത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നീ ഗൾഫിന് പോക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വയറ്റിൽ നിന്ന് വരുന്ന അറബിയാണ് എന്നെ കൊണ്ടുപോകാൻ. അറബിന്ന് വിളിച്ച് നീ മിണ്ടാന്ന് എന്റെ പൊന്നുമള. ഞാൻ പറയട്ടെ, ഡേറ്റ് എന്നാടാ? എല്ലാ ഡേറ്റ് ഇല്ലാത്തത് ഡേറ്റ് എന്നാന്ന് എന്നാ ഡോക്ടറെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞേ? അയ്യോ എനിക്ക് അറിയത്തില്ല അണ്ണാ. നമ്മളന്ന് പോയപ്പോ നിന്റെ ഒരു കൂട്ടുകാരനില്ലായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ട് മണങ്ങം വന്ന് കാര്യം പറഞ്ഞില്ലായിരുന്നു. അതെന്നായിരുന്നു? അത് 25-ാം തീയതി. ഭർത്താക്കന്മാരാകുമ്പോ ഇങ്ങനെ ചാടി കടിക്കരുത്. പ്രത്യേകിച്ച് ഒരു ഗർഭിണിയുടെ അടുത്ത് നമ്മള് സ്നേഹം കൊടുക്കണം. നീ കേട്ടിട്ടില്ലയോ? ഭാര്യമാർക്ക് ആ സ്നേഹം കൊടുക്കുമ്പോ പ്രസവവേദന അവരങ്ങ് മറക്കും. ലേബറിൽ വിട്ട് കയറ്റുമ്പോ അണ്ണൻ വന്ന് എന്റെ കവളത്തൊരു ഉമ്മ തരുവാ അണ്ണ. എന്നാത്തിന്? എനിക്ക് വേദന അങ്ങ് മറക്കാനാ. അങ്ങനെ വേദന മറക്കാൻ വേണ്ടി ഞാൻ ആനന്ദനല്ല, അനശേഷിയല്ല. മര്യാദക്ക് ഇന്നെന്താ നാളാടാ? ഇന്ന് ഉത്രട്ടാതി പൂരമല്ലല്ലോ. രേവതി എന്ന് രേവതി നാളെ. എന്തുവായാലും സാരമില്ല. ചില നാളുകൾ നല്ലതാണ്. നിങ്ങൾക്ക് നമ്മുടെ അച്ചാച്ചന്റെ നാളെന്തുവാന്നറിയാം? അച്ചാച്ചന്റെ നാളെന്താ? ഉത്രട്ടാതിയാ ഞങ്ങളുടെ അച്ചാച്ചന്റെ നാളെ. ഇടി കൊച്ചേ, അമ്മായിയമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉത്രട്ടാതി വള്ളംകളിയുടെ അന്ന് പമ്പയാറ്റി ആദ്യ തുഴ ഊന്നിയപ്പോഴാ ഇവന്റെ അച്ചാച്ചനുണ്ടായോ. പമ്പയാറ്റിലെ കൊമളയായിരുന്നു എന്റെ അച്ഛൻ. അതുപോലത്തെ നല്ല നാളാണ്. അതുപോലത്തെ നല്ല നാളാ. ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്റെ പൊന്നുവച്ച. ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഇത് ഞാൻ അങ്ങ് നോക്കിക്കോളാമെന്ന്. എന്താ പ്രസവം ഞാൻ എടുത്തേനല്ലോടാ. എന്താ എന്റെ അമ്മച്ചി ബാങ്കിൽ പോയി വിരല് പതിപ്പിച്ച് തൊഴിലുറപ്പിന്റെ പൈസ എടുക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനമല്ലത്. അത് നിനക്ക് അറിയാത്തത് കൊണ്ടാ. എടി കൊച്ചാ, ഇപ്പോഴത്തെ കാലത്താ പെണ്ണുങ്ങൾ എന്തോ കാര്യത്തിന് അങ്ങോട്ട് ആശുപത്രി തല്ലുന്നത്. ഇതാകുമ്പം കുറെ പൈസ പൊടിക്കാം. ഏതാ സ്കാനിങ് കൂനിങ് മറ്റേതാ മറിച്ചത്. ഞങ്ങളുടെ കാലത്ത് ആഞ്ഞിലിച്ചക്ക തിന്നിട്ട് കുരു തുപ്പുന്നത് പോലെയുള്ളായിരുന്നു പ്രസവം. എന്നെ അങ്ങനെ തുപ്പി എടുത്താന്നോ? പക്ഷേ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു രോഗമല്ല, അതൊരവസ്ഥയാ. അങ്ങോട്ട് പറ. എങ്ങോട്ട് പറഞ്ഞാലും സാരമില്ല. ഇത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ട് പാത്രം ആക്കിയത്. രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടി. ഇതെന്റെ ഭാര്യ, ഇതെന്റെ കുഞ്ഞു അല്ല, കപ്പയും മെങ്കറി അല്ല. രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടി കല്യാണം നിന്റെ നിങ്ങള് അത് ഈ രാധാമണിയെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒരുമാതിരിപ്പെട്ട എല്ലാ പെണ്ണുങ്ങളുടെയും പേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. മാത്രമല്ല ചോര കുഞ്ഞുങ്ങളെ എങ്ങനെ പരിചരിക്കണമെന്ന് ഈ രാധാമണിക്ക് വൃത്തിയായിട്ട് അറിയാം. അയ്യോ അയ്യോ ഞാനിപ്പോ പെറുമേ. നിനക്കേ കഴിക്കാൻ വല്ലതും വേണോ നിനക്ക്? ഓ എനിക്കൊന്നും വേണ്ട. വേദന 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 വേദന. എന്താടാ നിനക്ക്? എന്താ പോടാ നീ? എന്താ പോ നീ? വീട്ടിൽ നിന്ന് തിന്നിട്ടല്ലോടാ നീ വന്നത്. വീട്ടിൽ നീ തിന്നിട്ടല്ലേ വന്നത്? കൈയിട്ടപ്പോഴാണ് വേദന വേദന. എനിക്ക് വെച്ചത്തിരിക്കാം. എനിക്ക് വിശന്ന് കഴിക്കാൻ പറ്റും. എനിക്ക് കണ്ടു കാണത്തില്ല. എനിക്കറിയാം നിനക്ക് കണ്ണും കാണത്തില്ല, ഒന്നും കാണത്തില്ല. നീ ചോറിച്ചിരി ആ കൊച്ചിന് ആശുപത്രി കൊണ്ടുപോകുമ്പോ ഇച്ചിരി കൊടുക്കാനുള്ള ചോറേ ഉള്ളൂ. എനിക്ക് വിശക്കുന്ന എനിക്ക് ചോറ് തരാനാ പറഞ്ഞത്. ജമ എടുത്തങ്ങ് കൊടുക്ക്. അങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരിക്കുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് സമാധാനം ഉണ്ടോ? സന്ധിക്ക് അഹങ്കാരി അതോടാ തോട്ട് കിടക്കുന്നത്. കോഴിക്കൂടി ആ മീൻ വായിക്കാത്ത കയറി കുടിക്കാനായിരുന്നു. അമ്മ എനിക്കൊടുത്താമ കപ്പലിന്റെ. ഇത് കപ്പലിന്റെ അല്ല, നീ അയൺ ഗുളികയാണ്. അയൺ ഗുളിക അതെന്തിനാ? എടാ പെണ്ണിന്റെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം ഉണ്ടാവാൻ അയൺ ഗുളിക. അതെന്തിനാടി? വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന പൊന്നിന്റെ അംശമോ എന്റെ ശരീരത്തില്ല. കുറച്ച് ഇരുമ്പിന്റെ അംശമെങ്കിലും എന്റെ കുഞ്ഞിനുണ്ടായിക്കോട്ടെ. ഞാൻ ഇവിടെ ഇരിക്കേ. വേദന ഇപ്പൊ കുറവുണ്ടോ? ഇപ്പൊ ഇച്ചിരി ആശ്വാസം. നമുക്ക് പോകാം. ഒരു തച്ചിന് അവിടുന്ന് ഇങ്ങോട്ടോ, ഒരു തച്ചിന് ഇവിടുന്ന് അങ്ങോട്ടോ എന്നെ ഇട്ട് തലക്കാനെ കൊണ്ട് ഇതിന്റെ ഇടയിൽ എന്റെ തല അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്റെ ദൈവം എന്നാ കുടിയടാ.
അച്ഛനെ കണ്ടില്ല. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓട്ടെ തിരിച്ചങ്ങ് പോകാം. അച്ഛൻ വരും. അച്ഛൻ എന്റെ കൊച്ചിന്റെ 1ാമത്തെ ബർത്ത്ഡേ നടന്നു. നീ കുറ്റം പറയില്ല കേട്ടോ, ഗർഭിണിയാ ഞാൻ നോക്കത്തില്ല. അമ്മച്ചേ എന്തുവാടാ കുറച്ചേരം വീട്ടിൽ കിടക്കട്ടെ. ഓ, കിടക്ക് കിടക്ക് കിടക്ക്. അത് കൊള്ളാം. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇരിക്കുമ്പോഴാണ് നീ മലക്കാൻ പോകുന്നത്. എനിക്ക് കിടന്ന് ഉറങ്ങണം. എനിക്ക് തിന്നു കഴിഞ്ഞാൽ ഉറക്കം വരും. എനിക്ക് ഉറങ്ങണം കിടന്ന് എനിക്ക്. ഞങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലും ഇവിടെ കാര്യം അങ്ങ് പോട്ടെന്ന് നോക്കാം. ഞാനോ പിന്നെ നിങ്ങളെ തട്ടിക്കൊണ്ട് ആരിലും വരുന്നത് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ മതി. ഞാൻ വെരട്ടി ഓടിക്കാൻ ഞാൻ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകാൻ പറ്റും. ആ ഗ്യാസിന്റെ അങ്ങണ്ടായിരുന്നു വെച്ചാൽ നീ കിടന്ന് വെപ്രാളപ്പെട്ടത്. എനിക്കിപ്പോ നല്ല ആശ്വാസം. നമുക്ക് വീട്ടിൽ പോകാമേ. എനിക്ക് അങ്ങോട്ട് നോക്കട്ടെ, 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നരക്കല്ലേ എനിക്ക് ഉറക്കം വരുന്നു. ഓ ഉത്തരവേ, കാര്യമുണ്ടായിരുന്നു. ഒരു കാര്യമില്ല. എന്നോടാണോടി പറയുന്നത്? ഞാൻ നേരെ പറഞ്ഞാ എനിക്ക് ആ സീരിയൽ കാണരുതായിരുന്നോടി. അയ്യോ അയ്യോ തുടങ്ങിയ കൊച്ചേ വേദന. അയ്യോ അയ്യോ, അയ്യോ ഇത് അണ്ണൻ. വയ്യ. നോക്കി നിൽക്കാതെ ഓടാ വിളിക്കണല്ലേ. എനിക്കറിയത്തില്ല. അണ്ണാ, വയറ് വീർത്ത് വരുന്നത് ഗ്യാസ്. അവന്റെ വായിക്കാത്ത തോർത്തൊന്ന് കേട്ട് ഞാൻ ഇന്ന് മിണ്ടട്ടെ. ഹലോ ഹലോ കുട്ടച്ചേട്ടാ, പെട്ടെന്ന് ഓട്ടോമായിട്ട് ഇങ്ങോട്ട് വായോ. എനിക്ക് വയ്യായേ. എന്റെ മരുമോള് പ്രസവിച്ചോടി. ഇല്ല, നമ്മുടെ മോനിപ്പോ വെറും എന്തുവാ കൊച്ചിന് പേരിടുന്നേ? ഒരു പുഴുങ്ങിയ തന്നാ കൊച്ചിന്റെ പേര് ഗ്യാസ് ട്രബിൾ വെച്ചിട്ട് പോവുക. അയ്യോ അയ്യോ എന്താടാ? ഞാനിപ്പോ ചാവുമേ. അണ്ണാ.